നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഗോമതി നീ ഓർക്കുന്നുണ്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് സ്ഫടിക സിനിമ കാണാൻ പോയത്? ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മോഹൻലാല് വെച്ച മോഡൽ ഒരു സൺഗ്ലാസ് വേണം നീ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്നിട്ടോ സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നീ എനിക്ക് വാങ്ങി തന്നെ. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. ആ സൺഗ്ലാസ് ഇതെന്ന് പറഞ്ഞു. ഗോമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്താ വിശ്വാസം വരുന്നില്ലേന്ന് ചോദിച്ചു. ഗോമതിക്ക് സന്തോഷേ. ഗോമതി ബാലനോട് പറഞ്ഞു, സോറി ഇട്ടോ ബാലേട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചേന്. അത് സാരമില്ല, പോട്ടേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തനിക്ക് വേണ്ടിട്ടെ കന്യാകുമാരി പോയി വന്നപ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് പോയി ബാഗ് തുറന്നു. ബാഗിനകത്തുനിന്ന് ഒരു ജ്വല്ലറി ബോക്സ് എടുത്തോണ്ട് വന്ന് ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗോമതിയെ തുറന്നു പോയി കഴിഞ്ഞപ്പോ 2 സ്വർണവള. അത് കണ്ടു കഴിഞ്ഞപ്പോ ഗോമതി വെച്ചു, എനിക്കോ? പിന്നല്ലാതെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടേ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരുന്നത്? എന്റെ ഗോമതിക്ക് വേണ്ടിട്ടല്ലേ. ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സിൽ എന്റെ ഗോമതി മാത്രമേ ഉള്ളൂ. ഈ മനസ്സിൽ വേറെ ആർക്കും സ്ഥാനമില്ല. ഗോമതിയെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം എന്റെ ബാലേട്ടന് എന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം. ഗോമതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമയത്തും മിത്ര ആകെപ്പാ ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കണം. അപ്പോഴേക്കും ആര്യൻ എങ്ങോട്ട് വന്നു. മിത്രയുടെ മോൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, ഓ സെന്റി അടിച്ചിരിക്കുവല്ലേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, ആര്? പിന്നെ അതിന് ആരും ട്രിപ്പ് പോയതിന് ഞാൻ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി, പിന്നെ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ആര്യം പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഷോപ്പിങ്ങിന് പോയി സിനിമ കണ്ടെന്ന് പറഞ്ഞു. ഏത് സിനിമ കണ്ടേന്ന് ചോദിച്ചു. പെട്ടെന്ന് മിത്ര പറഞ്ഞു, വാഴ 2 എന്ന് പറഞ്ഞു. ആണോ? ആഹാ അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിലേ ആ വാഴ 2ന്റെ കഥയൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര ഇങ്ങനെ ഒന്ന് അന്താളിപ്പോടുകൂടി ആരിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ കുറച്ചു +2 പഠിക്കുന്ന കുട്ടികള്. +2 പഠിക്കുന്ന കുട്ടികള് അതാ പോസ്റ്റർ തന്നെ ഉണ്ടല്ലോ. ബാക്കി പറ, എനിക്ക് ബാക്കിയാ കേൾക്കണ്ടേന്ന് പറഞ്ഞു. ബാക്കി എന്തിനാ ആരിനോട് പറയണേ? ആരും പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ല കഥയൊന്ന് കേട്ടിട്ട് നല്ല സിനിമയാണ് പോയി കാണാന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു. അല്ല വേറൊരു സിനിമയും കൂടെ കണ്ടെന്ന് പറഞ്ഞല്ലോ, അതേതാന്ന് ചോദിച്ചു. അത് ആട് 3 എന്ന് പറഞ്ഞു. ആട് 3യോ? എങ്കിൽ അതിന്റെ കഥയെന്ന് പറഞ്ഞേ. അത് ഒരാടുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാന്ന് പറഞ്ഞു. ഓ ആടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് പാർട്ട് 1 പാർട്ട് 2ന്റെ കഥ എനിക്ക് കേൾക്കേണ്ടത്. മിത്ര ആകപ്പാടെ പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, പിന്നെ കഥയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, ആരും പോയി സിനിമ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി. ഷോപ്പിങ്ങിന് പോയെന്നാണല്ലോ പറഞ്ഞേ. ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെ വാങ്ങി? വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര ഇങ്ങനെ നോക്കുകയാണ്. എന്താ കാണിക്കാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, കളിയാക്കൊന്നും വേണ്ട, ഞങ്ങളെ ഷോപ്പിങ്ങിനൊന്നും പോയില്ല എന്ന് പറഞ്ഞു. പോയില്ലേ? അതെ, സിനിമ കാണാനൊക്കെ പ്ലാൻ ചെയ്താ, പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞു. നടന്നില്ലേ? ഓഹ് എന്ത് ചെയ്യാനാ, ആ കൃത്യ സമയത്ത് തന്നെ ശ്രീദേവി വെച്ചിട്ട് അച്ഛൻ വന്നു, പ്ലാനുകളെല്ലാം പൊളിഞ്ഞു, കുളവായെന്ന് പറഞ്ഞു. ഇത് കേട്ടിച്ചപ്പത്തിന് ആരും പൊട്ടിച്ചിരിക്കുകയാണ്. മിത്ര പറഞ്ഞു, ചിരിക്കുമൊന്നും വേണ്ട, നിങ്ങളെ പോയത് അങ്കിളിന്റെ കൂടെയല്ലേ, അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്കിളിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സ്കൂൾ കുട്ടികളെ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ അങ്കിള് നിങ്ങളെ കൊണ്ടുപോകുന്ന ഞങ്ങൾ കണ്ടല്ലേ, ഇവിടെ നിന്ന് കാറ് കയറ്റിക്കൊണ്ട് പോന്നേ. എങ്ങനെയായി അവിടെ ചെന്നിട്ട്? നല്ല ഏതേലും ഹോട്ടലിലേക്കാണോ? ഏതേലും തുക്കടാശി ഹോട്ടലിൽ പോയി റൂം എടുത്ത് കാണും. പിന്നെ നല്ല ഫുഡൊന്നും കിട്ടി കാണത്തില്ല, ഏതേലും തട്ടുകടയെന്നായിരിക്കും ഫുഡൊക്കെ കിട്ടിയതല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു, ശരിയാ, എന്ത് ചെയ്യാനെന്ന് പറ. അതെ, അങ്ങനത്തെ ഫുഡൊക്കെ കിട്ടിയത്. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഡോർമെട്രിയിലായിരുന്നു. ആകെപ്പാടെ ഒരു റൂം എടുത്തുള്ളൂ, അതിനകത്ത് അച്ഛൻ കിടന്നു പറഞ്ഞു. ഞങ്ങൾക്ക് അറിയായിരുന്നു അപ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. അച്ഛനല്ലേ കൊണ്ടുപോയ ആള്, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞു. മിത്രയുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞ ഞാൻ. കള്ളത്തരോ? അതെ, ഇത്ര എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. എൻജോയ് ചെയ്തെന്നോ? വലിയ മുന്തേനും സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തു, അടിപൊളി ഫുഡും കാര്യങ്ങളും, ഞണ്ടും കൊഞ്ച് ഫ്രൈയും എന്ന് വേണ്ട എന്തൊക്കെയായിരുന്നറിയാവോ ഫുഡിന് മെനു. പിന്നെ കറക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കറക്കം. അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്നാണ് രാത്രി ഉറങ്ങിയത്. ഒന്ന് പോ ആര്യ, പുളുവടിക്കാതെ. പുളുവടിച്ചല്ല, തെളിവുണ്ട് വേണമെങ്കിൽ ആകാശന്റെ ഫോണിനകത്ത്, പക്ഷെ ആ തെളിവ് കാണിക്കാൻ പറ്റില്ല. തെളിവ് കാണിച്ചിട്ടുണ്ടെങ്കിലേ കുടുംബകലം ഉണ്ടാവും. അതിനകത്ത് ഗോമതിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. വിശ്വസിക്കണ്ട, പക്ഷെ ഇത്ര നന്നായിട്ട് എൻജോയ് ചെയ്ത് പോയൊരു ട്രിപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കാന്ന് പറഞ്ഞ
പോ ആര്യ. അല്ലെങ്കിലും ആര്യം വെറുതെ കള്ളത്തരം പറയുന്നതെന്ന് എനിക്കറിയാം. ഈ പറയുന്ന അങ്കിള് ആരിനെ എപ്പോഴും അടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതേ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്കിളിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാനോ. പിന്നെ അങ്കിൾ എപ്പോഴും ആരിനെ ചീത്ത പറയുന്നല്ലേന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറയുമൊന്നും വേണ്ട, അതൊക്കെ മുമ്പ്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. അച്ഛന് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമായിരുന്നു അറിയാവോ. അച്ഛന്റെ സ്നേഹം എന്താന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഈ 1-2 ദിവസം എന്ന് പറഞ്ഞു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇത്ര നല്ലൊരു ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. മിത്രയ്ക്ക് സങ്കടമായി. ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിൽ. പിന്നീട് ശ്രീദേവി മുറിയിൽ ആനന്ദ് കൊണ്ടുവന്ന ബാഗിനകത്തുനിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റുവാണ്. ആനന്ദിനോട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കന്യാകുമാരിക്ക് പോയിട്ട് വിവേകാനന്ദ പാറയിലൊക്കെ പോയ യാത്രയൊക്കെ നല്ലതായിരുന്നോ? ഫുഡൊക്കെ നല്ലതായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി. ശ്രീദേവി പറഞ്ഞു, അല്ല ആനന്ദേട്ട എന്താ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. എന്താണ് യാത്ര പോയി കഴിഞ്ഞ് വന്നപ്പോൾ ആനന്ദേട്ടൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദം കൂടെ തിരിഞ്ഞു. തെളിച്ചമുണ്ടല്ലേ? അത് വെറുതെ നിനക്ക് തോന്നടി, അതുകൊണ്ടായിരിക്കും നീ ഇത്ര ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്റെ സന്തോഷം കെടുത്താൻ വേണ്ടിട്ടല്ലേടി നീ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇല്ലാതാക്കിയത്. എന്നിട്ട് അവളിപ്പോ പറയണു. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എന്താ ആനന്ദേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ആനന്ദേട്ടത് എന്താന്ന് ചോദിച്ചു. ഒന്നും നിനക്ക് അറിയത്തില്ലല്ലേ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് അവള് വലിയ അഹങ്കാരം കാണിച്ചു ഓരോന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്നോട്. നിന്റെ മുഖം പോലും എനിക്ക് കാണുന്ന ഇഷ്ടമില്ല. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അല്ലാനന്ദേട്ടാ ഞാൻ സന്തോഷിക്കുന്ന നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേടി നീ എന്റെ കുഞ്ഞിനെ കളഞ്ഞ്. ആനന്ദേട്ട അങ്ങനെ പറയരുത്. ഞാൻ ആനന്ദേട്ടന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരുത്തി വന്നിരിക്കുന്നു. മിണ്ടാതെ പോയിക്കോ അവിടുന്ന്, നിന്നെ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ബാലൻ പുറത്ത് പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് കൃഷ്ണമംഗലത്തിന് മുറ്റത്ത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അലോക്. പിന്നീട് ബാലന്റെ നേരേക്ക് നോക്കിയിട്ട് ഒന്ന് കാറക്കി ചങ്ങോട്ട് തുപ്പാണ്. ബാലനത് മനസ്സിലായി. പെട്ടെന്ന് ബാലനങ്ങ് ചാടി എഴുന്നേറ്റു മതിലിന്റെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താടാ എന്നെ കാണിക്കാൻ വേണ്ടിട്ടാണ്ടാ നീ കാർക്കി തുപ്പേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, എന്റെ മുറ്റത്ത് നീ ഞാൻ എന്ത് വെള്ളം കാണിക്കും? അതൊക്കെ ചോദിക്കാൻ താൻ ആരാന്ന് ചോദിച്ചു. എന്നാ ഒന്നുകൂടെ നീ കാർക്കിച്ചൊന്ന് തുപ്പിക്ക്, ഒന്ന് കാണട്ടേന്ന് പറഞ്ഞു. ഞാൻ തുപ്പൂടാന്ന് പറഞ്ഞു. തുപ്പിടാന്ന് പറഞ്ഞു. അങ്ങനെ അലോക് തുപ്പാൻ ഒരുങ്ങിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുമ്പോഴത്തേനും ധർമ്മൻ അങ്ങോട്ട് വന്നു. ധർമ്മം വന്നിട്ട് പറഞ്ഞു, എൻ്റെ അളിയാ, അവനെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ചെറുക്കനല്ലേ, അവന് എന്ത് വെള്ളം കാണിക്കട്ടെ, അളിയൻ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, തുപ്പിടാന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതെ അലോക് നിൽക്കുമ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, കയറിപ്പോടാകത്ത്, അല്ലെങ്കിൽ വെറുതെ തല്ലു മേടിച്ച് കൂട്ടൂന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നിന്റെ പല്ലടിച്ച് ഞാൻ കുടിച്ച് താഴെ ഇടൂന്ന് പറഞ്ഞു. ഒടുവിൽ അലോക് കൊണ്ട് കയറിപ്പോയി. ആ സമയം ധർമ്മന് ബാലിന്റെ തോളത്തേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ അളിയ, ഇതൊക്കെ ചീള് കേസ്, ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, കയറി പോയ പോക്ക് കണ്ടോ. അപ്പോഴേക്ക് ധർമ്മൻ ഇങ്ങനെ നോക്കി ബാലിന്. ധർമ്മന് കാര്യം മനസ്സിലായി, തോളത്ത് കൈ വെച്ചോണ്ടാന്ന്. പെട്ടെന്ന് തോളത്തുനിന്ന് കൈയെടുത്തു. അളിയനെ തോളത്ത് കൈവച്ച് അളിയന് ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ തോളത്ത് കൈവെക്കാൻ നീ വളർന്നോടാ എന്നുള്ളൊരു നോട്ടമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ. അയ്യോ അളിയ, അത് പിന്നെ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ധർമ്മൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നടക്കുന്ന സമയത്ത് ധർമ്മൻ പറഞ്ഞു, അളിയൻ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴേ സ്വഭാവം മാറുന്നേ, ഈ വീടിന്റെ വാസ്തു ശരിയല്ലാന്ന് തോന്നേ, ഈ വീട് ഇടിച്ചു പൊളിച്ച് കളയണമെന്ന് പറയാ, എന്താണ് നീ പിറുവിറുക്കുന്നേ? ഒന്നുമില്ല അളിയാന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അങ്ങനെ ബാലനെ കൊടുത്ത് സംസാരിക്കുകയാണ്, ഗോപാലേട്ടാ ശരി ഗോപാലന്റെ പൈസ ഉടനെ തന്നെ എത്തിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ബാലനകത്തേക്ക് കയറി വന്നിട്ട് ഗോമതിയെ വിളിക്കണം. ഗോമതിയെ വിളിച്ചു. ഗോമതി കഴിഞ്ഞപ്പം ചോദിച്ചു, എന്താ ബാലേട്ട? അവൻ എന്തിയെന്ന് ചോദിച്ചു. ആരിനെ? അവൻ മുറി കാണും, അവൻ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗോമതി പോയി ആരിനെ വിളിച്ചോണ്ട് വന്നു. എന്താച്ചാ കാര്യം എന്ന് ചോദിച്ചു. കാര്യം എന്താ വെച്ചാൽ നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചു. കാര്യം എന്താ വെച്ചാ, അല്ല നിനക്ക് പാചകക്കാരൻ ഗോപാലേട്ടനെ എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. ഞാൻ വഴിയുള്ള പരിചയമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല അത് പിന്നെ എടാ, എന്നിട്ടാണ്ടാ നീ അയാളോട് പണം കടം മേടിച്ചേ 25,000 രൂപ, എന്തിന്റെ പേരിലടാ നീ പണം കടം മേടിച്ചെന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ ഞെട്ടലോടെ ആര്യനെ നോക്കി. എന്നിട്ട് എന്താടാ ആര്യ, എന്താ ഈ കേൾക്കണേന്ന് ചോദിച്ചു. മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുവാണ്. എടാ നീ എന്തിനാ പണം കടം മേടിച്ചെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യനൊന്നും മിണ്ടിയില്ല. മനസ്സിലായില്ലേ?
ഹും, അവന്റെ ഭാര്യയെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് പണം കടം വാങ്ങിയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ പൈസ മര്യാദയ്ക്ക് കൊടുത്തോണം ഗോപാലേണ്ണ, അല്ലെങ്കിലുണ്ടല്ലോ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ അറിയാന്ന് പറഞ്ഞു. എന്താടാ നീ പറഞ്ഞേ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ബാലേട്ട അവൻ കൊടുത്തോളും, ബാലേണ്ണൊന്നും സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ബാലൻ ദേഷ്യപ്പെട്ടും കൂടെ ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും മിത്രയ്ക്ക് ആ സങ്കടം വന്നു. മിത്രയ്ക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിത്ര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം മിത്രയുടെ അടുത്തേക്ക് വന്നു. മിത്ര പറഞ്ഞു, എന്തിനാ ആര്യ? ആര്യൻ എന്തിനാ കടമൊക്കെ മേടിച്ച് എന്നെ ട്രെയിനിങ്ങിന് വിട്ടെ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അത് പിന്നെ കടം മേടിച്ചിട്ടാന്ന് അറിയുവാണെങ്കിൽ നീ പോകുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാതെ പോലും ഇരുന്നേന്ന് പറഞ്ഞു. മിത്രയ്ക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, സാരമില്ല ആര്യ, നാളെ തന്നെ ആ പണം അങ്ങോട്ട് കൊടുത്തേക്കണം. പണം കൊടുത്താൽ പിന്നെ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അല്ല അത് പിന്നെ മീനാക്ഷി അടുത്തി നാളെ പണം കൊടുക്കണം, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ എന്നെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.